നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു നല്ല കേക്കാണിത്. എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കി നമ്മളുടെ കേക്ക് കണ്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമുക്ക് കേക്ക് ഉണ്ടാക്കാം. സ്കൂബി, നമ്മൾ ആദ്യം ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് 2 മുട്ടയും 150 ഗ്രാം പഞ്ചസാര, മെഷർമെന്റ് കപ്പിനാണെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞൊരു വെള്ള കളർ ആകണം. അതാണ് ഇതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നോക്ക്, പഞ്ചസാര നമ്മൾ പൊടിച്ചതൊന്നും അല്ല കേട്ടോ. ആ പഞ്ചസാര മൊത്തത്തിലൊന്ന് പൊടിഞ്ഞ് ദണ്ട മുട്ട ഇതിവിടെ ഒരു വെള്ള കളർ ആവണം. അതാണ് അതിന്റെ ഒരു പരുവം. എന്നിട്ട് തന്നെ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് മാറ്റുക കേട്ടോ. ഒരു ബോളിനകത്തോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അലിഞ്ഞു വരണം. അതുപോലെ ആ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് ഇത് 1 കപ്പ് മൈദയാണ് കേട്ടോ. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചെടുത്തതാണ്. എന്നിട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇതിപ്പം മെഷർമെന്റ് കപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. എന്താണ് മെഷർമെന്റിന് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെഷർമെന്റിലായിരിക്കണം ബാക്കിയുള്ള മൈദ എടുക്കുന്ന ആ മെഷർമെന്റ് കപ്പ് ഏതാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെഷർമെന്റ് കപ്പ് തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കണം അതിന് വേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മളുടെ സാധാരണ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഇല്ലേ, ഒരു കുപ്പി ഗ്ലാസ് ഒക്കെ ഇല്ലേ, ആ ഒരു ഗ്ലാസ്സിനൊക്കെ കറക്റ്റ് അളവായിരിക്കും മിക്കവാറും 1 കപ്പ് മൈദ എന്ന് പറയുന്നത്. ഞാനിത് അളന്നെടുത്ത് നോക്കിയതാണ്. അളന്ന് നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഉള്ളൊരു ഗ്ലാസിൻ്റെ കറക്റ്റ് അളവാണ് ഈ 1 കപ്പ് മൈദ എന്ന് പറയുന്നത്. ആ ഗ്ലാസ് ഞാൻ കാണിക്കാം. സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. ഇതാണ്ട് ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് ആണ് ഈ 1 കപ്പ് മൈദ എന്ന് പറഞ്ഞപ്പോഴേ അളവ്. മെഷർമെന്റ് കപ്പ് ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ നമുക്ക് ഇതുപോണൊക്കെ ഒരു വിസ്ക് ഉള്ളത് നല്ലതായിരിക്കും കേട്ടോ. വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. റിബൺ കൺസിസ്റ്റൻസിയിൽ കണ്ടോ. ഇനി ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത ഇതിനകത്ത് ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, ഇത് കണ്ട് നമ്മൾ ആ ബാറ്റർ അവിടെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ മൈദ എടുക്കുന്ന പാത്രം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ 1 കപ്പ് മൈദയല്ല എടുത്തത്. അതായത് ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് ആണ് എടുത്തത്. അതിൻ്റെ കറക്റ്റ് ഹാഫ് ഗ്ലാസ് അത് നമ്മുടെ എന്തായിരുന്നു ഫുൾ ഫാറ്റ് മിൽക്ക്, അത് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഒരു 3 സ്പൂണ് ബട്ടറും കൂടി ചേർക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് ചൂടാക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തത് കേട്ടോ. 3 ടേബിൾ സ്പൂണ്. ഇനി ഈ ബട്ടർ ഇതിനകത്ത് ഒന്ന് നന്നായിട്ട് മെൽറ്റായി പാലും ബട്ടറും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം. എന്നിട്ട് നമ്മുടെ ഇവിടെ അത് രണ്ടും കൂടെ നല്ല പാലും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സായി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ എടുത്ത മെഷർമെൻറ്റ് കപ്പിന് ഒരു 1/4 ഓയിൽ കണ്ടോ, അതിൻ്റെ ഒരു 1/4 ഭാഗം അതുകൂടി ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആ ഓയിലും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബാറ്ററിനകത്തേക്ക് ഒഴിക്കാം. ഇത് ഒരു ചെറിയ ചൂടോട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബാറ്ററിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളെ ഈ സമയത്ത് പോയി നമുക്ക് ഓവനൊന്ന് 170 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റിന് ഇടാമേ.
ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നന്നായിട്ട് മിക്സായി വന്നു കഴിയുമ്പോൾ ലാസ്റ്റിൽ 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ആ പാല് ഓയിൽ എല്ലാം കൂടി ചേർക്കാൻ നേരത്ത് ഓവൻ പ്രീഹീറ്റിന് ഇട്ടില്ലായിരുന്നോ? പ്രീഹീറ്റ് ചെയ്ത ഓവനകത്തോട്ട് ഒരു 35 to 40 മിനിറ്റ് 160 or 170 ഡിഗ്രി, അത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിന്നിനകത്തോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ൽ 35 to 40. ഇതല്ലെന്നുണ്ടെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണെങ്കിൽ അത് പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാസിൽ തന്നെ പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 to 35 മിനിറ്റ്, അതിനിടയ്ക്ക് 35 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊരു ഒന്ന് തുറന്ന് നോക്കാം. അതിന് മുമ്പ് തുറന്ന് നോക്കരുത് കേട്ടോ. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. കണ്ടോ, നമ്മളുടെ കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാമേ, ഒരു അരമണിക്കൂർ. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലൊക്കെയുള്ള നല്ല നല്ല റെസിപ്പീസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ.